നമസ്കാരം, ജയന്ത് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബീറ്റ് ബഫിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം പൂക്കള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടല്ലോ. അടിപൊളിയായിട്ടുണ്ട്. മറ്റേ ഇതിൽ സിനിമയിൽ പറഞ്ഞ അതിൽ പൂക്കള എഫക്റ്റ് ഉണ്ട്, എല്ലാ എഫക്റ്റും ഉണ്ടല്ലോ, കളകള എഫക്റ്റ് ഇതെന്തെന്നറിയാമോ? ഇന്ന് ഈ ഡ്രസ്സ് ഇട്ടിട്ട് വന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ആദ്യം ഇച്ചിരി വണ്ണമൊക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വണ്ണം അറിയാതിരിക്കാൻ വേണ്ടിട്ടാണ്. അങ്ങനെയൊന്നും അല്ലല്ലോ, അങ്ങനെയൊന്നുമല്ല. പക്ഷെ ആദ്യമായിട്ട് ഞാൻ ഒരു അഭിപ്രായം പറയട്ടെ, അഹങ്കാരം തോന്നരുത്, ബ്ലാക്കിൽ കൊള്ളാം. ഞാനാണ്. താങ്ക് യു. അതുകൊണ്ടാണല്ലോ ബ്ലാക്ക് ഇടുന്നത്. അപ്പൊ ബ്ലാക്ക് എല്ലാ എപ്പിസോഡിലും ബ്ലാക്ക് തന്നെ ഇടേണ്ടി വരുമോ? അതിന്റെ ആവശ്യമില്ല, വേണ്ടല്ലോ, ഇടയ്ക്കൊക്കെ മതിയല്ലേ, വല്ലപ്പോഴും മതിയാ. നീയും കുഴപ്പമില്ല കേട്ടോ, നല്ല ഡ്രസ്സൊക്കെ തന്നെയാണ്. ഈ കാണുന്നവർ വിചാരിക്കും നമ്മൾ രണ്ടുപേരും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇതായിക്കൊണ്ടിരിക്കുന്നതായിരിക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ അവരെ ഒന്നും വെറുപ്പിക്കണില്ല. അപ്പം നമ്മൾ ഇന്നും നമ്മൾ പതിപോലെ തന്നെ 3 മെയിൽസ് എടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭിത കാലിക്കറ്റുള്ള പ്രഭിതയാണ് മെയിൽ അയച്ചിരിക്കുന്നത്. അപ്പം പ്രഭിതനെ അങ്ങോട്ട് വിളിച്ചാലോ? എന്തായാലും നമുക്ക് പ്രഭിതനെ അങ്ങോട്ട് വിളിക്കാം. ഹലോ നമസ്കാരം, ബീറ്റ് ബഫിലേക്ക് സ്വാഗതം. പ്രിയ ഷൈനു ആണോ? പ്രതിഭയാണോ പ്രഭിതയാണോ? ഇത് ആതിര പറയാൻ വേണ്ടി കുറച്ച് സമയമൊക്കെ എടുക്കുമായിരിക്കും. എന്തായാലും എന്ത് ചെയ്യാണ് പ്രതിഭ? എന്ത് ചെയ്യാണ്? നേഴ്സാണ് ഇപ്പോ. ഓ അങ്ങനെ, ഞാൻ വിചാരിച്ചു നേഴ്സാണ് പക്ഷെ ഇപ്പൊ കൊച്ചുണ്ട്. അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. കൊച്ചുള്ളത് കൊണ്ട് പോയിട്ടില്ല വർക്ക്. അങ്ങനെ, ഓക്കെ. കൊച്ചുള്ളോണ്ട് പോവാത്തെ? കൊച്ചിന് എത്ര വയസ്സായി? 2 വയസ്സ്. മോളാണോ മോനാണോ? മോളാണ്. വീട്ടിലാരും ഇല്ലേ നോക്കാൻ? വീട്ടിലെല്ലാരും ഉണ്ട്, പക്ഷെ എന്നാലും അമ്മ നോക്കണ പോലെ ആവില്ലല്ലോ അല്ലേ. അതാണ്. സത്യം പറ, ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വട്ടം കണ്ടപ്പോ അപ്പൊ അയച്ചപ്പോ തന്നെ വിളിച്ചില്ലല്ലേ? അതാണ് ഞങ്ങളല്ലേ, ഞങ്ങളെല്ലാരും ഞങ്ങള് വിളിക്കും. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുവേ. ഈ മോളുടെ പേരെന്താണ്? മോളുടെ പേര് ഐഷാനി. എന്താണ്? ഐഷാനി. ഇതാരാ പേരൊക്കെ ഇട്ടത്? ഐഷാനി പേരിട്ടത് അവളുടെ അപ്പ തന്നെ. എന്തൊക്കെ മീനിങ് ഉണ്ടോ അതിന്? ദുർഗാദേവി അങ്ങനെ. അതാണല്ലോ ഐഷാനി എന്ന് പറഞ്ഞത്. കാലിക്കറ്റ് എവിടെയാണ്? പേരാമ്പ്രാന്ന് പറയണ്ട, പേരാമ്പ്രയൊക്കെ അറിയാം. ആതിരയൊക്കെ അറിയില്ലെന്നേ ഉള്ളൂ അല്ലേ. പിന്നെ ആതിരയൊക്കെ ഒന്നും ചോദിക്കാനില്ല, ചോദിച്ചോ? ചേച്ചി ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ദുബായിലാണ്. ഒരുപാട് നാളായോ പോയിട്ട്? മൊബൈൽ ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാം. ഹസ്ബൻഡ് അടുത്തെങ്ങാനും പറഞ്ഞുണ്ടോ? ഇല്ല, ഇപ്പൊ പോയിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. ചോക്ലേറ്റ് ഒക്കെ മിസ്സായല്ലോ അല്ലേ. ഇല്ലെങ്കിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്പ്രേയും ചോക്ലേറ്റ് ഒക്കെ ചോദിക്കായിരുന്നു അല്ലേ. കുഴപ്പമില്ല, പാർസൽ അയക്കാനൊക്കെ പറ്റുമല്ലേ? പിന്നെ അഡ്രസ് പറഞ്ഞരട്ടെ ചേച്ചി? അതൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ. കാലിക്കറ്റ് ഒക്കെ ഉള്ളവർ നീ അങ്ങനെയൊന്നും ചോദിക്കരുത്. നിന്റെ നാട്ടിലുള്ള ആളാന്ന് വിചാരിച്ചിട്ടൊന്നും അങ്ങനെ ചിന്തിക്കരുത്. കോഴിക്കോടുള്ളവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിൽ ഭാര്യക്കോരി അങ്ങ് തരും അല്ലേ. അതെ, കേരളത്തിലുള്ള എല്ലാവർക്കും ഉണ്ട് സ്നേഹം. ശരി. അപ്പൊ എന്തായാലും അപ്പൊ നമ്മളെ പ്രോഗ്രാം ഒക്കെ സ്ഥിരമായിട്ട് കാണണല്ലേ അല്ലേ? ചടങ്ങൊക്കെ അറിയായിരിക്കുമല്ലോ. ചടങ്ങൊക്കെ അറിയാലോ. അപ്പൊ എന്തായാലും ഐശ്വര്യമായിട്ട് ഒരു പാട്ടോട് കൂടിയിട്ട് അങ്ങ് തുടങ്ങിയാലോ അല്ലേ? ടെൻഷനൊന്നും ഒരു കുഴപ്പമില്ല, നല്ലൊരു പാട്ട് അങ്ങ് പാടുന്നു. ഐശ്വര്യമായിട്ട് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പാടുക.
എല്ലാ ദിവസവും രാവിലെ ഒരു വൈകുന്നേരം വരെ പാടണം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ നന്നായിട്ട് പാടുന്നുണ്ടല്ലേ? പാടി, നന്നായിട്ട് പാടി. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇനിയിപ്പം ഗെയിമിലോട്ട് പോയാലോ? ഓ ആയിക്കോട്ടെ. ഗെയിമിലോട്ട് പോകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡിലൊക്കെ എന്ന് വെച്ചാൽ ഒരു ലൈന് 2 ലൈനൊക്കെ പാടുന്നുള്ളൂ. പക്ഷെ ഇന്ന് മുതൽ ഞങ്ങൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. അതെ, 4 ലൈൻ കറക്റ്റ് പാടി തന്നാൽ മാത്രമേ സമ്മാനം തരത്തുള്ളൂ. ഇല്ലെങ്കിൽ തരില്ല. ആ 4 ലൈൻ നമ്മൾ ഇട്ടിരുന്നതിന്റെ 4 ലൈൻ കറക്റ്റായിട്ട് നമുക്ക് പാടി തരണം. അപ്പൊ എന്തായാലും നമ്മൾ പാട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പാട്ട് വരട്ടെ, പാടിക്കോ. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. 4 ലൈനായോ? മുറ്റത്തെ ചക്കരമാവൻ ചുവട്ടിലാണെങ്കിൽ 2 വരി, മറ്റേത് 2 വരി. എന്തായാലും കുഴപ്പമില്ല. അതിന്റെ തൊട്ട് അപ്പുറത്തല്ലേ അത്? അതിന്റെ തൊട്ട് അപ്പുറത്തായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? പക്ഷേ ഉണ്ടല്ലോ, വോയിസ് ഇപ്പൊ നന്നായിട്ടില്ലേ? ഇപ്പൊ നന്നായിട്ട് പാടിയല്ലോ. ആദ്യത്തെ ഒരു കല അതൊറ്റ തുടങ്ങിയല്ലേ ഉള്ളൂ. ഇത് 2ാമത്തെ അല്ലേ, 3ാമത്തെ ആവുമ്പോ പൊളിക്കും. അപ്പൊ എന്തായാലും വളരെ സന്തോഷം ചേച്ചി നമ്മളെ വിളിച്ചതില്. അതൊരു സമ്മാനം. അപ്പേ നമുക്കിപ്പോ ഒരു മനോഹരമായിട്ട് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഉടനെ വീട്ടിലെത്തും കേട്ടോ. അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ ഒക്കെ ചോദിച്ചോളൂ. അതിൽ ചേച്ചി ഈ പാട്ട് നമ്മളെ പ്ലേ ചെയ്ത് തരും. ആർക്കൊക്കെയാ ഡെഡിക്കേഷൻ വേണ്ടത്? ഡെഡിക്കേഷൻ മോൾക്ക്, പിന്നെ ഭർത്താവ്, ഒരു മോനുണ്ട് മൂത്തത്, 13 വയസ്സായി. മോന്റെ പേര് അദ്രിദേവ്. അപ്പോ ചേച്ചി അപ്പൊ അദ്രിദ് മോനും മോക്കും അത് മതി. മോനും മോക്കും അവരുടെ ഡെഡിക്കേഷനിൽ പേരൊക്കെ പറയണ്ടേ ചേച്ചി അല്ലേ? കുട്ടികളുടെ പേരൊക്കെ പറയണ്ടേ? പിന്നല്ലാതെ അദ്രിദേവ്. ഇന്ന് മുതൽ ഡെഡിക്കേഷൻ പറയുന്നത് നമ്മൾ അലിയൊക്കെ ആയിരിക്കും. ഓക്കെ, അദ്രിദേവ്. പിന്നെ തുപ്പല് പിന്നെ ആരൊക്കെയാണ് പറഞ്ഞോളൂ. അദ്രിദേവ്, ഇഷാനി, പിന്നെ ഷിനു, എല്ലാവർക്കും വേണ്ടി. ഷിനു പറയാം, ഞാൻ പറയാം. ഷിനു അപ്പൊ എന്തായാലും ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സോങ് അല്ലേ? നിങ്ങളെ എന്താ പറയാ, അവതരണം നല്ല സൂപ്പർ ആട്ടോ. ഓ താങ്ക് യു. എനിക്ക് വയ്യ. അത് കണ്ടപ്പോഴാണ് നമ്മള് എന്താ പറയാ. അല്ല ചേച്ചി, ഏറ്റവും നന്നായിട്ട് ഈ അവതരിക്കണത് ഈ ആതിരയല്ലേ? അല്ല എന്നാലും ആതിര കുറച്ചുകൂടെ അല്ലേ? ചേച്ചി എന്നെ കളിയാക്കണാണ്, വേറെ ഒന്നും അങ്ങനെയൊന്നുമില്ല അല്ലേ? ഓക്കെ ശരി ചേച്ചി. അപ്പൊ എന്താ ശരി. അപ്പൊ എന്തായാലും വളരെ സന്തോഷം ചേച്ചി നമുക്ക് മെയിൽ അയച്ചതിന്. അപ്പൊ ഇനിയും നമുക്ക് മെയിൽ അയക്കുക, നമ്മളെ പ്രോഗ്രാം കാണുക അല്ലേ? ഇനിയും വിളിക്കാം. ഓ ശരി. അടുത്ത ഇതിനൊക്കെ മനോഹരമായിട്ട് പാടി, ടച്ച് വിട്ട് കളയരുത് കേട്ടോ. ഓക്കെ. അപ്പൊ ശരി ചേച്ചി. ഓക്കെ ബൈ ടാറ്റ. പ്രഭിത കാലിക്കട്ടിൽ നിന്നാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സമ്മാനമൊക്കെ മേടിച്ച് പോയിട്ടുണ്ട്. കുറച്ച് നല്ല കോളറായിരുന്നു അല്ലേ? കുറച്ച് എൻജോയ്മെന്റ് ആയിട്ടാണ് സംസാരിച്ചതൊക്കെ. അപ്പോൾ ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മൂത്ത മോൻ അദ്രിദേവ്, 2ാമത്തെ ഇഷാനി അല്ലേ, പിന്നെ വന്നിട്ട് ഹസ്ബൻഡ് ഷിനു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കണ്ടിട്ട് തിരിച്ചു വരാം. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന് പറയുന്ന ചിത്രത്തിലുള്ള മനോഹരമായിട്ടുള്ള സോങ് ആയിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. നമ്മൾ വിളിച്ചിരുന്നത് ആരായിരുന്നു? പ്രഭിത ഷിനു ആയിരുന്നു വിളിച്ചിരുന്നത്. ഇപ്പോൾ പ്രഭിത ഷിനു വിളിച്ചു, നല്ല പാട്ടൊക്കെ നമുക്ക് പാടിത്തന്നു. അതോടൊപ്പം തന്നെ മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം മേടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഡെഡിക്കേഷൻ പറഞ്ഞ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഈ കറക്റ്റായിട്ട് ഇപ്രാവശ്യം നമ്മുടെ ആതിര കറക്റ്റ് എല്ലാ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില പേരുകൾ നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നാക്ക് നന്നായിട്ടൊന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും പറഞ്ഞതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നല്ല സോങ് തന്നെയായിരുന്നല്ലോ ഇപ്പോൾ കണ്ടത്. കുറച്ച് പഴയ പാട്ടാണെന്നുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു പാട്ടായിരുന്നു അല്ലേ? നല്ല സിനിമയായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയും നമുക്ക് മെയിൽ തന്നെയാണ്. മെയിൽ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരായിരുന്നു? നിതിൻ കുമാർ കണ്ണൂരിൽ നിന്നാണ്. ഒരുപാട് പ്രാവശ്യം നമുക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇനിയെങ്കിലും ഞങ്ങളൊന്ന് വിളിക്കൂ എന്ന് ചോദിച്ചു. ആ വിളിയിൽ നമ്മളെന്തായാലും വിളിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും പിന്നെ വിളിച്ചില്ലെങ്കിൽ അതാണ് അടുത്ത നമുക്ക് എന്തായാലും നിതിനെ തന്നെ വിളിക്കാമല്ലോ. അപ്പോൾ എന്തായാലും വിളിച്ചോ, ആതിര വിളിച്ചോ. ഹലോ നിതിൻ ചേട്ടയല്ലേ? കണ്ണൂരിൽ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് ചെയ്യുന്നു ചേട്ടാ? അപ്പൊ ഇന്ന് ഓഫീസിൽ പോണ്ടേ? വർക്ക് പ്രശ്നമായോണ്ട് പോണ നിർത്തിയോ?
അങ്ങനെ ഓക്കെ ഓക്കെ എനിക്കൊന്ന് വെച്ച് കഴിഞ്ഞാൽ നിതിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഒരുപാട് മെയിൽ അയച്ചിട്ടുള്ളത് നിതിനാണെന്ന്. ആ അതാണ്. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് മെയിൽസ് വരുന്നുണ്ട്. ഈ നിതിനെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് തവണ നമുക്ക് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് മെയിൽ അയക്കുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരും നമ്മൾ വിളിച്ച് വന്നപ്പോഴാണ് ഇപ്പൊ നിതിനെ നമ്മൾ വിളിച്ചിരിക്കുന്നത്. സന്തോഷായില്ലേ? ആദ്യം നോർമലായിട്ട് അയച്ചു, പിന്നെ വിളിക്കോ കുറച്ച് സാധാരണ അയച്ചു, പിന്നെ കാത്തിരുന്ന് വിളിക്കുന്നേനെ. പിന്നെ നമുക്ക് മനസ്സിലായി വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു ഭീഷണി സ്വരത്തിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് കണ്ണൂരിലായതുകൊണ്ടേ അതുകൊണ്ട് തന്നെ അതാണ് നമ്മൾ അതെ, നമ്മളെ പ്രതീക്ഷിക്കുമ്പോ വിളിക്കൂല, ഇങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കുമ്പോ വിളിക്കുള്ളൂ. എങ്ങനെയുണ്ട്? ഭയങ്കര സംഭവം തന്നെയല്ലേ? പിന്നെ എല്ലാം സംഭവമല്ലേ. താങ്ക് യു. അപ്പൊ എന്താ അപ്പൊ നിതിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? രണ്ടുപേരും മാത്രമേ ഉള്ളൂ അല്ലേ? മാരീഡ് അല്ലേ? ശരി. അപ്പൊ നിതിൻ നമുക്കേ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്ന ആളായിരിക്കുമല്ലോ, അപ്പൊ നല്ലൊരു പാട്ടോട് കൂടി തുടങ്ങി. എന്താണ്? പിന്നെ പാട്ട് ഞങ്ങൾ നന്നായിട്ട് കേൾക്കുന്ന ആളാണ്. പക്ഷെ നമുക്കിപ്പോ ഒരു പാട്ട് ഏതാ ആസ്വദിച്ചാൽ മാത്രം പോരാ, നമുക്ക് ഇതിലൊരു പാട്ട് പാടിത്തരാൻ വേണ്ടിട്ടാണ് പറഞ്ഞത്. ആസ്വദിക്കുന്നവർക്കാണ് നന്നായിട്ട് പാട്ട് പാടാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും നിതിൻ പാട്ട് പാടില്ല. മത്സരത്തിൽ കിട്ടിയാലേ പാടുള്ളൂ. അങ്ങനെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ മത്സരത്തിലോട്ട് പോവാം. ഉത്സവത്തിന് കാണാം. ഓക്കെ. അപ്പൊ മനസ്സിലായോ? പാടാതെ എന്തെന്ന് കാണുവാൻ പാലും പഴവും. ഇത് എവിടെയൊക്കെയോ പോയി ഏട്ടാ. രണ്ടാമത്തെ ലൈൻ തെറ്റി. കറക്റ്റ് അല്ല. നമുക്ക് എന്തായാലും ആൻസർ കേൾക്കാം. ആൻസർ ഇപ്പൊ നമുക്ക് കേൾക്കാം. നിതിൻ പാടിയ ലൈൻസ് തന്നെയാണ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മാനം തരാം. ഓക്കെ. അപ്പൊ എന്തായാലും ആൻസർ വരട്ടെ അല്ലേ? ഇതന്നെയാണോ പാടിയത്? രണ്ടാമത്തെ ലൈൻ ഇത് തന്നെയാണോ പാടിയത്? അതാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് 4 ലൈൻസും കറക്റ്റ് ആയാൽ മാത്രമേ സമ്മാനം തരാൻ പറ്റത്തുള്ളൂ. അതാണ്. അല്ല, എന്നിട്ട് ഇന്ന് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 ലൈൻ കറക്റ്റ് പാടണം എന്നുള്ളത്. കുഴപ്പമില്ല നിതിൻ, എന്തായാലും ഇനി നമുക്ക് മെയിൽ അയക്കാം. അപ്പൊ നമ്മൾ ഇനിയും വിളിക്കും കേട്ടോ. അപ്പൊ ആ സമയത്ത് എന്തായാലും നമുക്ക് സമ്മാനമൊക്കെ മേടിക്കാം. അപ്പൊ എന്തായാലും ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ. അപ്പൊ നിതിൻ അറിയണ എല്ലാം ലഭിച്ച ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന ചിത്രത്തിലുള്ള മനോഹരമായിട്ടുള്ള സോങ്ങാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മളെ വിളിച്ചിരുന്നത് നിതിനായിരുന്നു. നിതിൻ മാക്സിമം ട്രൈ ചെയ്തു. നിതിൻ ആദ്യത്തെ ഒരു ലൈൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, പിന്നീടുള്ള ലൈനൊക്കെ തെറ്റിപ്പോയി അല്ലേ? നമ്മൾ മാക്സിമം കുറച്ച് സമയമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നിതിന് കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും നിതിന് നമുക്കൊരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിതിന് ഒരുപാട് നമ്മൾ മെയിൽ അയച്ചിട്ടൊക്കെ വിളിച്ചതായിരുന്നു. പക്ഷെ എന്തായാലും മാക്സിമം നമ്മൾ നോക്കി, പക്ഷെ നടന്നിട്ടില്ല. അപ്പോൾ ഇനിയും നമുക്ക് മെയിൽ അയക്കുന്നൊക്കെയാണ് പറഞ്ഞത്. ആ സമയത്തൊക്കെ സമ്മാനമൊക്കെ കിട്ടട്ടെ അല്ലേ? അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കണ്ടത് ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന ചിത്രത്തിലുള്ള മനോഹരമായിട്ടുള്ള സോങ് തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ എന്തായാലും കൂടുതലൊന്നും ഇനി ഒരുപാട് സംസാരിക്കണില്ല. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു മെയിൽ കൂടെ ഉണ്ട്. നമ്മുടെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് മെയിലാണ്, ആര്യയാണ്. അപ്പോൾ എന്തായാലും ആദ്യം ആര്യനെ ഒന്ന് അങ്ങോട്ടൊന്ന് വിളിച്ചോ. ഹലോ ആര്യ, എവിടുന്നാ വിളിച്ചെന്ന് മനസ്സിലായോ? മനസ്സിലായി. ആര്യ എന്ത് ചെയ്യുന്നു? പഠിക്കുക. എന്ത് പഠിക്കുക? ലോജിസ്റ്റിക്സ്. എന്തിനാ പഠിക്കുന്നതെന്നാ ചോദിച്ചേ? അല്ലേ, അങ്ങനെയല്ലേ ചോദിച്ചേ? അത് പിന്നെ നമുക്കറിയാമല്ലോ എന്തിനാ പഠിക്കണെന്ന്. അല്ല, അതിപ്പോ പിന്നെ ആര്യക്കും തോന്നുന്നുണ്ട് എന്തിനാ പഠിക്കണെന്നല്ലേ? കണ്ട, പിന്നെ അല്ലാതെ എല്ലാരും അവസ്ഥയെന്ന് പറയരുത്. നിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ശരിയാ. റെസ്റ്റ് ഇൻ പീസാ. അപ്പൊ ആര്യ സംസാരിച്ചോ? എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷം? നാട്ടില് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, സുഖമാണ് എല്ലാവർക്കും. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മയുണ്ട്, അച്ഛനുണ്ട്, എനിക്കൊരു അനിയനുണ്ട്. അനിയൻ എന്ത് ചെയ്യുന്നു?
അനിയൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുക. അടുത്തത് അനിയന്റെ പേരെന്താ? അരുൺ. അരുൺ. അമ്മ അച്ഛനും ഒക്കെ? അമ്മയുടെ പേര് സുമംഗല, അച്ഛന്റെ പേര് മോഹനൻ. അച്ഛനാണെങ്കിൽ ലോഡിങ്ങിന്റെ വർക്കാ, സിമെന്റിന്റെ. പിന്നെ അമ്മക്ക് പണിയൊന്നും ഇല്ല. ആര് പറഞ്ഞ അമ്മക്ക് പണിയില്ല? നീ വീട്ടിലെ പണിയൊക്കെ പിന്നെ ആരാ ചെയ്യണേ? ആര്യ എന്തായാലും കിച്ചണിലൊന്നും കേറത്തില്ലല്ലോ, അപ്പൊ അമ്മ തന്നെ ആയിരിക്കുമല്ലോ ഫുൾ ടൈം അല്ലേ? ഞാനും സഹായിക്കും. ഓ എവിടെ? ആതിരന്നെ പോലെ ഇച്ചിരി പപ്പടമൊക്കെ കാച്ചിക്കൊടുത്ത് ഇല്ലേ, മുളക് വെച്ചെടുത്ത്. വറക്കാനൊന്നും അറിയത്തില്ല, അതൊക്കെ ചെയ്യും. അല്ലാതെ ഫുഡൊക്കെ ഉണ്ടാക്കും. പപ്പടം വറക്കാൻ അറിയത്തില്ല? അത് എണ്ണ ഇങ്ങനെ തെറിക്കണോണ്ട് പേടി. ഓ ശരി ശരി. അപ്പൊ കട പൊട്ടിക്കോ? അത് മാറി നിന്നൊക്കെ പൊട്ടി. ഈ ദൂരെ എന്നിട്ട് എറിഞ്ഞ് ഓടിക്കളയും. കടുക് ഓട്ടോമാറ്റിക് ആയിട്ട് പൊട്ടിക്കോളുമല്ലോ അല്ലേ? എന്തായാലും കൊള്ളാം. എന്തൊക്കെ ഫുഡാ വെക്കുക സ്പെഷ്യലായിട്ട്? ബിരിയാണി ഒക്കെ ഉണ്ടാക്കും. ഓ ഹെവി. അതെ, ഫോണിംഗ് പ്രോഗ്രാം എന്ന് വെച്ചിട്ട് ഇത്ര ഒരു മയത്തിലേക്ക് ഒന്ന് തള്ളുന്നത് നന്നായിരിക്കും കേട്ടോ. ഞങ്ങൾ കഴിക്കൂലെന്നുള്ള ധൈര്യത്തിലല്ലേ ഈ പറയുന്നത് അല്ലേ? നമ്മൾ വേറെ ആരത്തും ചോദിക്കൂല എന്നുള്ള ധൈര്യത്തിലല്ലേ ഈ പറയണത് അല്ലേ? ഇപ്പൊ മറ്റേ മിക്സിംഗ് പരിപാടി ഒക്കെ എല്ലാം കൊണ്ട് കുക്കറിലിട്ട് 4 അടി അടിച്ച ബിരിയാണിയോ എനിക്കറിയാം. അമ്മയുടെ അടുത്ത് അനിയന്റെ അടുത്ത് ചോദിക്കേണ്ടി വരും, കറക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. അതെ, അനിയൻ ഉണ്ടോ അടുത്ത്? അനിയൻ ഇപ്പൊ ഇവിടെ ഇല്ല, രക്ഷപ്പെട്ട്. പിന്നെ അപ്പൊ എന്തായാലും ആര്യ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണണല്ലേ അല്ലേ? കാണാറുണ്ട്. ആര്യ നന്നായിട്ട് പാട്ട് പാടുന്ന മെയിലുണ്ടായിരുന്നു, അപ്പൊ നല്ലൊരു പാട്ട് പാടിയേ. ആ പേരിലും ഉണ്ട് ഒരു പാട്ട്. പിന്നെ അതിലുണ്ടായിരുന്നു ഞാൻ നല്ലൊരു സിംഗറാന്നൊക്കെ മെയിലുണ്ടായിരുന്നല്ലോ. അതൊക്കെ മറന്നുപോയാ മെയിൽ അയച്ചത്? അതാണ്, അപ്പൊ അതിൽ അങ്ങനെ എഴുതിയത് മറന്നുപോയി അല്ലേ? എന്ത് ചെയ്യാനെന്ന് പറ, നാട്ടുകാർ. അപ്പൊ എന്തായാലും പാടിക്കോ. ഒരു തിരുമിയോ ഇന്നാളും നാം ഒന്നായി കാണുമ്പോൾ ചാരം കാണും ചിരിയും നീയാ. നന്നായിട്ട് പാടി കേട്ടാ. മെയിലിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷെ നന്നായിട്ട് പാടി കേട്ടാ. നന്നായിട്ട് പാടി. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് നേരെ ഗെയിമിലോട്ട് പോയാലോ? ഓക്കെ. അപ്പൊ എന്തായാലും പാട്ട് വരട്ടെ അല്ലേ? പാട്ട് വരട്ടെ. പാടുക. ഇതൊരു പഴയ പാട്ടാ. പെട്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ പുഷ്പം പോലെ പാടുമെന്ന് വിചാരിച്ചു. എന്നോട് വേണ്ടായിരുന്നു. പെട്ടല്ലേ? അങ്ങനെ അതറിയുന്ന എന്തൊക്കെയാ ദൈവമേ. അയ്യോ, ഈ പാട്ട് അറിഞ്ഞൂടാ? അയ്യോ, സിനിമ പറഞ്ഞാ മനസ്സിലാവോ? മമ്മൂട്ടിയുടെ ഒരു പടമാണ് വാത്സല്യം എന്ന് പറയും. കേട്ടിട്ടില്ല, ഉണ്ടാവില്ല. സിനിമ കണ്ടിട്ടില്ല? കേട്ടിട്ടേ ഇല്ല. പിന്നെ കേട്ടിട്ടേ ഇല്ലേ? സിനിമ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആ വരി അങ്ങോട്ട് കിട്ടുന്നില്ല. അയ്യോ അപ്പൊ എന്ത് ചെയ്യാനാ? അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം, ആൻസർ കേട്ടാലോ? മത്സരത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്തല്ലോ അല്ലേ? അപ്പൊ കുഴപ്പമില്ല, ഇനി നമ്മൾ വിളിച്ചോളാം. മെയിൽ അയച്ചാൽ നമ്മൾ ഇനിയും വിളിക്കും, നമ്മൾ പേടിക്കണ്ട. അപ്പൊ എന്തായാലും ആൻസർ കേക്കട്ടെ? ആൻസർ കേക്കാലോ? അപ്പൊ ആൻസർ, എന്ത് മനോഹരമായിട്ടുള്ള പാട്ടാണിത്. ഇപ്പൊ ഓർമ്മ വന്നാ? കേട്ടിട്ടുണ്ടായിരുന്നു ഈ പാട്ട്? തോന്നുന്നത്. പക്ഷെ ഇതൊക്കെ ഫ്രണ്ട്സ് ഒക്കെ കാണുമ്പോഴേ പറയില്ല, അയ്യേ ഇത്രയും നല്ല എളുപ്പമുള്ള പാട്ട് നിനക്ക് കിട്ടിയിട്ട് നീ പാടിയില്ലല്ലോ എന്ന് ചോദിക്കൂലേ? ചോദിക്കൂലേ? ഇപ്പൊ ചെറുതായിട്ട് സങ്കടം പറഞ്ഞില്ലേ?
കരയായിട്ട് കരയോ? കരയാ, അതാ ഞാൻ ചോദിച്ചേ. ഇല്ലല്ലോ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, ഇനി മെയിൽ അയച്ചാൽ മതി കേട്ടോ. അടുത്ത പ്രാവശ്യം സെറ്റ് ആക്കാം. ആ ശരി. ഓക്കെ. അപ്പൊ ഇത് പാട്ട് ഡെഡിക്കേഷൻ ആർക്കെങ്കിലും ഉണ്ടോ? ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓക്കെ. പ്രോഗ്രാം കാണുന്നല്ലായിരിക്കും. ആരൊക്കെ സമ്മാനം കിട്ടട്ടെ അല്ലേ. എന്തായാലും മനോഹരമായിട്ടുള്ള 3 കോളേഴ്സ് തന്നെയായിരുന്നു അല്ലേ. നമ്മൾ വിളിച്ച 3 കോളേഴ്സിന് നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റിയില്ല. ആദ്യത്തെ ഒരാൾക്ക് മാത്രമേ സമ്മാനം കിട്ടിയിട്ടുള്ളൂ. മറ്റു 2 പേർക്കും നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റിയിട്ടില്ല. പുതിയ സംഭവം കൊണ്ടുവന്നല്ലോ 4 വരി. അല്ല 4 വരി കറക്റ്റ് ആയിട്ട് നമുക്ക് ആദ്യം തൊട്ട് ഉണ്ടായിരുന്നു തന്നെയാണ്. പിന്നെ കുറച്ച് നമ്മള് പിന്നെ ഒന്ന് അപ്പൊ 4 ലൈൻ കറക്റ്റ് നമുക്ക് പാടിയാലേ സമ്മാനം കൊടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഇതാക്കുന്നല്ല പറഞ്ഞത്. അത് പലരും അല്ല ഒരു പാട്ട് പ്രോഗ്രാമിൽ പലരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻസ് ഒക്കെ 2 ലൈൻ പറയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ 4 ലൈൻസ് പാടണം എന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും വിഷമിക്കേണ്ട, സമ്മാനം കിട്ടാത്ത 2 പേരും വിഷമിക്കേണ്ട. ഇന്ന് വിളിക്കുന്ന സമയത്ത് എന്തായാലും സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ട് പോവാം. അപ്പൊ ഇന്ന് നമ്മൾ ഒരുപാട് കത്തിയായി അല്ലേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയം. അപ്പൊ എന്തായാലും ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലൊപ്പം തന്നെ വിമർശനങ്ങളും ഉണ്ടെങ്കിൽ നമുക്കൊരു മെയിൽ ഐ ഡി ഉണ്ട്, beatbuffjh@gmail.com എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു ഫേസ്ബുക്ക് പേജും ഇല്ലേ, ഏതാണ് അത് കാണാതെ എന്തെങ്കിലും നീ പറയോ ആതിര? അപ്പൊ ഇതാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് അല്ലേ. അപ്പൊ ഇതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അയക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.